ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധവും ഏറ്റവും വലിയ ബന്ധവുമാണ് സൗഹൃദമെന്ന്. പക്ഷേ ഈ സൗഹൃദം എങ്ങനെയുള്ളതായിരിക്കണം? സൗഹൃദമെന്നാൽ പാലിൽ ചേർക്കുന്ന ജലം പോലെ ആയിരിക്കണം. എങ്ങനെ? അതായത് പാലിൽ ജലം ചേർക്കുമ്പോൾ ആ ജലം സ്വയം പാലായി മാറുന്നു. ചിന്തിക്കൂ, പാലുമായുള്ള സൗഹൃദത്തിൽ ജലത്തിന്റെ അളവ് എത്രമാത്രം ഉയർന്നുവെന്ന്. പക്ഷെ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നില്ല. പാൽ എപ്പോഴാണോ ചൂടാക്കുന്നത്, അപ്പോൾ ജലം സ്വന്തം സൗഹൃദം തെളിയിക്കുന്നതാണ്. ജലം സ്വയം ആദ്യം അതിന്റെ ചൂട് സഹിക്കുന്നു, പിന്നെ സ്വയം എല്ലാ ചൂടും ഏറ്റെടുത്ത് തിളച്ചുകൊണ്ട് പാലിനെ അതിൽ നിന്നും രക്ഷിക്കുന്നു. അതിനുശേഷം സ്വന്തം സുഹൃത്തിന്റെ വിരഹത്താൽ പാൽ മുകളിലേക്ക് ഉയർന്നു വരുന്നു. ശേഷം അത് അതിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നു. എന്നാൽ എപ്പോഴാണത് ശാന്തമാകുന്നത്? നാം അതിലേക്ക് അല്പം ജലം ചേർക്കുമ്പോൾ മാത്രം. അതായത് സൗഹൃദമെന്നാൽ സുഹൃത്തിന്റെ അസ്തിത്വത്തെ വിസ്തൃതമാക്കുന്നതാണ്. സൗഹൃദം ഇതാണ് സുഹൃത്തിനു വേണ്ടി സ്വന്തം അസ്തിത്വത്തെ ജ്വലിപ്പിക്കുന്നു എന്നത്. സൗഹൃദം ഇതാണ്. അതിൽ സുഖവും പിന്നെ ദുഃഖവും രണ്ടും സുഹൃത്തിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ഒരു മിത്രത്തെ ഉണ്ടാക്കൂ. ആ സൗഹൃദത്തിനു മുൻപിൽ എല്ലാം നിഷ്പ്രഭമാകുന്നതാണ്. രാധേ രാധേ.